ഏറെ സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കോഫി ലവേഴ്സിനുള്ള പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് കോഫി പുഡിംഗ്. ഇതിന് സാധാരണ കോഫി പൗഡർ പോരാ, പകരം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഉപയോഗിക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കോഫി പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇതിന് ആദ്യം വേണ്ടത് 1/2 ലിറ്റർ, അതായത് 2 കപ്പ് പാലാണ്. ഇനി അടുത്തതായി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് പാലിൽ കട്ടയില്ലാതെ അലിയിപ്പിച്ച് മാറ്റിവെക്കാം. അടുത്തതായി പുഡിങ്ങിനുള്ള ബൗളിൽ എണ്ണ പുരട്ടി വയ്ക്കാം. എണ്ണ പുരട്ടുന്നതുകൊണ്ട് പുഡിംഗ് ഈസിയായി ബൗളിൽ നിന്നും ഡീമോൾഡ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. അടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രമോ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്നും 1/4 കപ്പ് നമ്മൾ കോൺഫ്ലോർ മാവ് കലക്കാൻ എടുത്തിരുന്നു. ബാക്കി പാല് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാൽ പാടകെട്ടാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാൽ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇളക്കി അലിയിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടീസ്പൂൺ ഇട്ട് തുടർച്ചയായി ഇളക്കുക. കോഫി പൗഡറിലെ തരിയെല്ലാം ഉടഞ്ഞ് അലിഞ്ഞു കഴിഞ്ഞാൽ നാം നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ മിശ്രിതം ഒന്നുകൂടി ഇളക്കിയതിനു ശേഷം മാത്രം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ പാലിൽ കലക്കി വെച്ചത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കോൺഫ്ലോർ പാലിൻ്റെ അടിയിൽ കട്ട പോലെ കിടക്കും. അതുകൊണ്ടാണ് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവാൻ തുടങ്ങും. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്യാസ് സിമ്മിൽ വെച്ച് കൈവിടാതെ ഇളക്കി കുറുക്കിയെടുക്കുക. 4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുറുകി കിട്ടും. ഇപ്പോൾ നമ്മുടെ മിശ്രിതം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ എണ്ണയോ നെയ്യോ പുരട്ടിയ മോൾഡിലേക്ക് ഒഴിക്കുക. ഇത് ആറിയതിന് ശേഷം ചുരുങ്ങിയത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. 2 മണിക്കൂറിന് ശേഷം ഇത് സെർവ് ചെയ്യാം. ഇത് ബൗളിൽ നിന്നും ഡീമോൾഡ് ചെയ്ത് മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് തൂവി അലങ്കരിക്കാം. കോഫിയും ചോക്ലേറ്റും നല്ലൊരു കോംബോ ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.